എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോഴേ എല്ലാവരും ക്രിസ്മസിന് കേക്കൊക്കെ ഉണ്ടാക്കിയോ? അപ്പം ഞാനൊരു ചെറിയ കേക്ക് ഉണ്ടാക്കി കാണിക്കാന്ന് ഓർത്തിട്ട് ആ സാധനങ്ങൾ ഐറ്റങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ? എല്ലാവരും വായോ വീഡിയോ കാണാനായി. എല്ലാവരും കേക്കൊക്കെ മേടിക്കുകയല്ലേ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും കുടുംബമായിട്ടുള്ളവരെല്ലാവരും ഒരു കേക്കെങ്കിലും ഒരു ദിവസം വീട്ടിലുണ്ടാക്കണം. ഒരു ദിവസമല്ല, ഈ ക്രിസ്മസിന് വീട്ടിലുണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര, കണ്ടോ, ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ക്യാരമലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അതിനകത്തിൽ ഇത് പഞ്ചസാര റെഡിയായി റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിനകത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ക്യാരമൽ സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഇത് തിളച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ക്യാരമൽ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ബ്ലാക്ക് മുന്തിരി, കറുത്ത മുന്തിരി കുറച്ച് ഇട്ട് കൊടുക്കണം, ഒരു 1/4 കപ്പേ. അതുപോലെ തന്നെ സാധാ ഉണക്കമുന്തിരി അതും ഒരു 1/4 കപ്പേ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഗ്രീനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. അപ്പം അതും ഒരു 1/4 കപ്പ്. റെഡ് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതിൽ കിടന്ന് ഒന്ന് വറ്റി ഒന്ന് കുറുകി ഒന്ന് റെഡിയായി വരട്ടെ. ഇത്ര വെള്ളം നമുക്ക് വേണ്ട, കുറച്ച് വെള്ളം വേണം, പക്ഷെ ഇത്ര വേണ്ട. അതുകൊണ്ട് ഇതിൽ കിടന്നിട്ടൊന്ന് റെഡിയായി വരട്ടെ. ഇതിങ്ങനെ അടുപ്പയിൽ ചെറിയ തീയിൽ ഇങ്ങനെ ഇരുന്ന് റെഡിയാവട്ടെ. അടുത്ത നമുക്ക് എന്താണെന്നറിയാമോ, ഇത് ഇങ്ങനെ ചെറുതായിട്ട്, എനിക്കിത് വിട്ടിട്ട് പോകാനായിട്ടൊരു പേടി. എന്താണെന്നറിയാം, ഇതിൻ്റെ വാലിന് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചെരിഞ്ഞ് പോകുമ്പോൾ ഓർത്തിട്ടാണ് ഞാൻ പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഇത് വറ്റി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത് തുടങ്ങാം. അതേ പറ്റത്തുള്ളൂ. ഇത് ചിലപ്പോൾ മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ പഞ്ചസാര ക്യാരമൽ ചെയ്ത് അതിൽ വെള്ളം ഒഴിച്ച് നല്ല ഇതാക്കിയിട്ട് അതിൽ നമ്മുടെ ഇതെല്ലാം സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കേട്ടോ. മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടെ നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇതിനിയും മറിഞ്ഞു പോകും, നമുക്ക് പേടിക്കണ്ട. ഇത് വേണമെങ്കിൽ ഇതൊന്നും വാങ്ങി മാറ്റി വെക്കാം. ഇതിങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂർ ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇച്ചിരി വെള്ളമുണ്ട്. ഈ വെള്ളം ഇതിലിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഈ പഞ്ചസാരയല്ലേ, അത് തണുത്ത് കഴിയുമ്പം അങ്ങ് വടി പോലെ ആവും, കല്ല് പോലെ ആവും. അപ്പോൾ അതിനെക്കാട്ടി നല്ല ഇച്ചിരി ചാറോടെ കൂടി ഇവിടെ ഇരിക്കട്ടെ. അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഒരു നമ്മുടെ പ്ലം കേക്കിനുള്ള ഒരു ഭാഗം നമ്മൾ ആക്കി വെച്ചു. അടുത്ത ഭാഗം തുടങ്ങുകയാണ്. ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട കേട്ടോ. മുട്ടയുടെ തോടില്ലാതെ ഇതിനകത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. തോടൊന്നും വീഴാതെ സൂക്ഷിക്കുക. ഒരു 3 മുട്ട. നമ്മൾ ചെയ്യുന്നത് 1 കപ്പ്, അതായത് ഒരു 3/4 കിലോയുടെ ഒരു കേക്കിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് എടുത്തേക്കുന്നത്, കേക്കിൻ്റെ ഡിഷ് എടുത്തേക്കുന്നത്. ഈ ഡിഷിനകത്ത് ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള പിന്നെ സാധനങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്, അളവുകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. നമുക്ക് ഈ മുട്ട ഒന്ന് അടിച്ച് പതപ്പിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ മുട്ട 1 മിനിറ്റ് ഒന്ന് അടിച്ചതാ പതപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര, നമ്മൾ ഈ കപ്പിന് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയുള്ളതാണിത്. പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് അടിച്ചിട്ട് ഇതിന് 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. എല്ലാം ഈ കപ്പിന് ഞാൻ അളന്നെടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ആ ഓയിലും ഇതൊന്ന് അടിച്ചിട്ട് ഈ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. പഞ്ചസാര ഇട്ട് നമ്മളൊന്ന് പഞ്ചസാര പൊടിച്ചിട്ട് ഒന്ന് അടിച്ചു. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കാം. അപ്പം നമുക്ക് ഇനി ഈ ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ അടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഈ സോക്ക് ചെയ്ത് വെച്ച സാധനം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ സോക്ക് ചെയ്ത് വെച്ചത് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് എളുപ്പമുള്ളൊരു കേക്കാണ് കേട്ടോ. ഈസി ആയിട്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അതിനാണ് ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ എളുപ്പം കാണിച്ച് പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൈദമാവ് ഒന്ന് അളന്നെടുക്കാം. ഞാൻ അളന്ന് എടുക്കണമെന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രം ഇത് നമ്മൾ കാണിച്ചല്ലോ, കേക്ക് ട്രേ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതിനൊരു കേക്ക് ഉണ്ടാക്കുന്ന അളവ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മൈദ 1 കപ്പ് മൈദാമാവ് അളന്നെടുത്തു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ അരിപ്പയിലേക്ക്. അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഒരു 1/4 സ്പൂൺ കേട്ടോ. അടുത്തത് ബേക്കിംഗ് പൗഡർ അത് ഒരു 3/4 സ്പൂൺ കേട്ടോ.
ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ്. അടുത്തത് നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചത് കേട്ടോ, ഗ്രാമ്പൂ പൊടിച്ചതാ ഒരു 1/4 സ്പൂണ്. ഇച്ചിരിയും കൂടി ഇരുന്നോട്ടെ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം. നമ്മൾ 2 പ്രാവശ്യം ഇടഞ്ഞിന് ഒന്നും കൂടി നമുക്ക് ഇടഞ്ഞ് ഈ ബാറ്ററിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാലേ 2-3 പ്രാവശ്യം ഇത് ഇടയണം, എന്തെങ്കിലേ എല്ലാം ഒരേപോലെ ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തിലൊന്നും ഉണ്ടായിട്ടല്ല. ഒന്നും കൂടി ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇടന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തില് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/4 സ്പൂണ് വാനില എസൻസ്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവൻ ഇല്ലാഞ്ഞിട്ടല്ല, ഓവൻ ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പം ഇതാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒന്നും ഓവണില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഇരുന്ന് റെഡി ആവട്ടെ. ഇനി അതിലോട്ട് നമ്മുടെ കാഷ്നട്ട് നമ്മൾ ഇട്ട് കൊടുത്തില്ലല്ലോ. ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇച്ചിരി മൈദാമാവിനകത്തൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദാമാവിനകത്ത് ഇളക്കി എന്താ പറയുക, ഇത് അടിയിലേക്ക് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് എത്ര ഇട്ടാലും നല്ലതാണ് കേട്ടോ. കുറച്ച് കടിക്കും, കുറച്ച് വലുതായിട്ട്, കുറച്ച് ഞുറുക്കി, അങ്ങനെ എല്ലാം ഒരു പരുവത്തേലാക്കി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രിർ ചെയ്തെടുത്തതാണ്. ഇതാ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ഡിഷ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതാ ബട്ടർ പേപ്പർ വെച്ചിട്ട് തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലായിടും ഒന്നാക്കി റെഡിയാക്കി സൈഡിൽ കൂടെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഓയിൽ പുരട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. നോക്കട്ടെ കിട്ടുമെന്ന്. ഓക്കെ അല്ലേ. നമ്മുടെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓവൻ നല്ല കറക്റ്റായി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എളുപ്പം ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അപ്പം ഇത് നമുക്ക് ഫുള്ള് ഇതിനൊരു കറക്റ്റ് ഈ ഒരു പാത്രത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്കിത് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ആ കപ്പിന് 1 കപ്പ് മൈദാമാവ് കറക്റ്റാണ്. നിങ്ങൾ ഏത് കപ്പിന് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള കപ്പ് എടുക്കുക, അത്രയേ ഉള്ളൂ. മറ്റൊന്നുമില്ല. വലിയ ആനക്കാര്യമൊന്നും അല്ല കേട്ടോ. ഈസി ആയിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിൽ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊട്ടിപ്പോക്കോട്ടെ കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓവൻ റെഡിയാണ്. നമുക്കതാ നമ്മുടെ കേക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ കേക്ക് നമ്മുടെ ഓവനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കും. ചെറിയ ചരിവുണ്ടോ ഓവണ്? അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടുതൽ സമയം വെച്ചതിൻ്റെ ഒരു ചെറിയ കറുപ്പുണ്ട്, പക്ഷേ കരിഞ്ഞിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഇനി എങ്ങനെയാണെന്നുള്ളവർ ഞാൻ മുറിച്ച് നോക്കിയിട്ട് പറയാം. മുറിച്ചപ്പോൾ ടപ്പം നീങ്ങി വന്നതാ. അടിപൊളിയായി കേട്ടോ നമ്മുടെ കേക്ക്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ പാകപ്പഴം എല്ലാം പറ്റിയെന്ന്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ക്രിസ്മസ് അല്ലേ, ഓരോ കേക്കും ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.